പഴയ ട്രെയിൻ ബോഗികൾ റെസ്റ്റോറന്റുകളാക്കി മാറ്റുന്ന പദ്ധതി വ്യാപിപ്പിച്ചിരിക്കുകയാണിപ്പോൾ മധ്യ റെയിൽവേ. മുംബൈയിലെ ദാദർ റെയിൽവേ സ്റ്റേഷനിലാണ് അത്തരത്തിലൊരു പുതിയ റെസ്റ്റോറന്റ് ഏറ്റവും ഒടുവിലായി തുടങ്ങിയിരിക്കുന്നത്. ദാദർ ദർബാർ എന്നാണ് ഈ റെസ്റ്റോറന്റിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾ കാണാം. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ നമ്മളെ ആ റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സമയം ഇതാ ഇപ്പോൾ 7 മണിയാകുന്നു. മുംബൈയിൽ ഇങ്ങനെ നേരം ഇരുട്ടി തുടങ്ങുന്ന സമയമാണ്. നല്ല വിശപ്പ് തോന്നുന്നു. ഏതായാലും ഇന്നത്തെ അത്താഴം ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിന് ഉള്ളിലാണ്. ദാദർ റെയിൽവേ സ്റ്റേഷനിലാണ് അതിനായി നമ്മൾ എത്തിയിട്ടുള്ളത്. മുഴുവനായും ഒരു ട്രെയിൻ ബോഗി ഒരു റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ സെൻട്രൽ റെയിൽവേ ചെയ്തിട്ടുള്ളത്. ഒരേ സമയം 76 പേർക്ക് വരെ ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ദാദറിൽ ഉള്ളത്. ദക്ഷിണേന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് അങ്ങനെ എല്ലാതരം വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. ഞാനിങ്ങനെ വിലയിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. ഏതാണ്ട് മുംബൈയിലുള്ള മറ്റ് റെസ്റ്റോറൻറ്റുകളിലുള്ള വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവായ വിലയും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഈ ഐറ്റമാണ്. ഇതിൻ്റെ പേര് സീവറി മഷ്റൂം ക്രീം ടോസ്റ്റ് എന്നതാണ്. ഇതിപ്പോൾ മെനുവിൽ കാണാൻ കഴിയില്ല, അത് ഭാവിയിൽ ആഡ് ചെയ്യും. ഇതിപ്പോൾ ഒരു പരീക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ആളുകളൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ഏതായാലും ആ ഭക്ഷണം ഒന്ന് രുചിച്ച് നോക്കാം. ഇത് സംഗതി കൊള്ളാം. കൂണാണ്, മഷ്റൂമാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇനി നമ്മൾ ഓർഡർ ചെയ്ത വിഭവങ്ങളിലേക്ക് വരികയാണ്. ആദ്യം ഓർഡർ ചെയ്തിട്ടുള്ളത് ദിൽകുഷ് കബാബാണ്. ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടറിന് ശേഷം നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മെയിൻ കോഴ്സിൽ ചിക്കൻ ലപ്പേട്ടയാണ്. ഒപ്പം ബട്ടർ റൊട്ടിയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കഴിച്ച് നോക്കി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. इनिशियली तो वो था, थोड़ा स्ट्रगल था. फिर जैसे कस्टमर्स आते गए, उन्होंने देखा कि स्टाफ का बिहेवियर अच्छा है, फूड अच्छा है, एम्बियंस अच्छा है, तो बहुत सारी चीज़ें यहाँ पे लोग इन्जॉय करते हैं. तो अभी रिस्पॉन्स अच्छा है क्योंकि रिपीटेटिव कस्टमर्स है. അങ്ങനെ ഇതൊക്കെയാണ് ദാദർ ദർബാറിലെ കാഴ്ചകൾ. രുചികരമായ ഭക്ഷണത്തോടൊപ്പം അതിൻ്റെ ഒരു ആംബിയൻസ് കൂടിയാണ് യഥാർത്ഥത്തിൽ ദാദർ ദർബാറിലേക്ക് ഭക്ഷണപ്രേമികളെയൊക്കെ ആകർഷിക്കുന്നത്. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. എന്തായാലും ആ മഷ്റൂം കൊണ്ടുള്ള സ്പെഷ്യൽ ഐറ്റം അത് വളരെ നല്ലതാണെന്നാണ് ശ്രീനാഥ് പറയുന്നത്. മുംബൈയിലേക്ക് എപ്പോഴെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ എന്തായാലും അവിടെയുള്ള പ്രേക്ഷകർ ഇപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി ട്രൈ ചെയ്യാം.